നാം കഴിഞ്ഞ സിമ്പിൾ മോട്ടോർ ഓട്ടോ കട്ട് ഓഫ് എന്ന പ്രോജക്റ്റിലൂടെ വാട്ടർ ടാങ്കിൽ നിന്നുമുണ്ടാകുന്ന ഓവർഫ്ലോയിനെ ഒരു പരിധിവരെ എങ്ങനെ തടയാമെന്ന് മനസ്സിലാക്കിയിരുന്നു. ടാങ്കിൽ നിന്നും ഓവർഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് മാത്രം LED ഇൻഡിക്കേഷനിലൂടെ നമുക്ക് വാർണിംഗ് തരുന്ന ഒരു സിമ്പിൾ പ്രോജക്റ്റ് എന്നതിലുപരി ടാങ്കിലെ ജലത്തെ പൂർണ്ണമായും ഓവർഫ്ലോയിൽ നിന്നും സംരക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കിക്കൊണ്ട് ടാങ്കിലെ ജലത്തെ ഓവർഫ്ലോയിൽ നിന്നും പൂർണ്ണമായി സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഫ്ലോട്ട് ലെവൽ കൺട്രോളർ അഥവാ ഫ്ലോട്ട് സ്വിച്ചിനെ കുറിച്ചും ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുമാണ് നാം ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ ജലത്തിൻ്റെയോ മറ്റ് നോൺ അഗ്രസീവ് ലിക്വിഡ്സിൻ്റെയോ ലെവൽ അറിയുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിവൈസാണ് ഫ്ലോട്ട് സ്വിച്ച്. അതായത് ഫ്ലോട്ട് സ്വിച്ച് എന്നത് ഒരു ലെവൽ ഡിറ്റക്ഷൻ സെൻസർ ആണെന്ന് തന്നെ പറയാം. ഈ ഒരു സെൻസറിൻ്റെ സഹായത്തോടുകൂടെ വാട്ടർ ലെവൽ ഒരു പരിധിയിൽ കൂടുതലാകുന്നതിനനുസരിച്ച് വാട്ടർ പമ്പിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഓവർഫ്ലോയിൽ നിന്നും ജലത്തെ പൂർണ്ണമായും സംരക്ഷിക്കാൻ സാധിക്കും. അതായത് ഇതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ടാങ്കിൻ്റെ വാട്ടർ ലെവൽ അനുസരിച്ച് ഓട്ടോമാറ്റിക്കായി പമ്പിനെ യഥാക്രമം ഓണാക്കുകയും ഓഫാക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മാനുവലായി വാട്ടർ പമ്പിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ പാരലലായി ഒരു സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പമ്പിനെ നിയന്ത്രിക്കാനും സാധിക്കും. സ്വിച്ചിനടുത്തായി പ്ലേസ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്ററിലൂടെ വാട്ടർ പമ്പ് ഓട്ടോമാറ്റിക് ആയാണോ അതോ മാനുവലായാണോ പ്രവർത്തിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. നാം കടയിൽ നിന്നും ഫ്ലോട്ട് സ്വിച്ച് വാങ്ങുമ്പോൾ ഫ്ലോട്ട് ലെവൽ സെൻസറും കൂടെ ഒരു ഡെഡ് വെയ്റ്റുമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ടാങ്കിൽ ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് ഫ്ലോട്ട് സെൻസർ ഉയർന്നു നിൽക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നതും ഈ ഡെഡ് വെയ്റ്റ് തന്നെയാണ്. അതിനാൽ ഈ ഫ്ലോട്ട് സ്വിച്ച് വാട്ടർ ടാങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപായി ഡെഡ് വെയ്റ്റിന് മുകളിലായി കാണുന്ന ഈ ഹോളിലൂടെ ആവശ്യാനുസരണം വയറ് കടത്തി ടൈറ്റാക്കി വയ്ക്കാം. ഫ്ലോട്ട് സ്വിച്ചിൻ്റെ ബോക്സിന് പുറകിലായി കാണിച്ചിരിക്കുന്ന ടെക്നിക്കൽ ഡേറ്റയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു മോഡൽ ഫ്ലോട്ട് സ്വിച്ചിൽ ഇതിൻ്റെ ബ്ലാക്ക് വയറാണ് കോമൺ കണക്ഷൻ. മറ്റു 2 വയറുകൾ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതായത് മൾട്ടിമീറ്റർ എടുത്ത് കണ്ടിന്യൂറ്റി മോഡിലിട്ട ശേഷം കോമൺ വയറായ ബ്ലാക്ക് വയറും പിന്നെ റെഡ് വയറും ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്ലോട്ട് സ്വിച്ച് താഴ്ന്നു നിൽക്കുന്ന സമയം ബ്ലാക്ക് വയറും റെഡ് വയറും തമ്മിൽ ഒരു കണക്ഷനില്ല എന്നും ഉയർന്നു നിൽക്കുന്ന സമയം ഈ 2 വയറുകൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടെന്നും മൾട്ടിമീറ്ററിൽ നിന്നും വരുന്ന ബസർ സൗണ്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബ്ലാക്ക് വയറും ഗ്രീൻ വയറും ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്ലോട്ട് സ്വിച്ച് താഴ്ന്നു നിൽക്കുന്ന സമയം ഈ 2 വയറുകൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഉള്ളതായും ഉയർന്നു നിൽക്കുന്ന സമയം ഈ 2 വയറുകൾ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല എന്നും മനസ്സിലാക്കാം. ഇവിടെ നമ്മുടെ ആവശ്യം ടാങ്കിലെ ജലനിരപ്പ് ഒരു പരിധിയിൽ കൂടുതൽ താഴുന്ന സമയം വാട്ടർ പമ്പ് ഓണാകുന്ന രീതിയാണ്. അതായത് ബ്ലാക്ക് വയറും ഗ്രീൻ വയറുമാണ് നമുക്കിവിടെ ആവശ്യമായി വരുന്നത്. ഫ്ലോട്ട് സ്വിച്ചിനെ ടാങ്കിലേക്ക് പ്ലേസ് ചെയ്യുന്നതിന് മുൻപായി നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ ഡെഡ് വെയ്റ്റിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കണം എന്ന് തീരുമാനിക്കലാണ്. ഇത് 500 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കാണ്. ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം 1 മീറ്ററിനടുത്തായാണ് വരുന്നത്. അതിനാൽ ഞാനിവിടെ ടാങ്കിൻ്റെ സെൻറ്ററിലായി വരത്തക്ക രീതിയിലാണ് ഡെഡ് വെയ്റ്റിനെ ഫ്ലോട്ട് സ്വിച്ചിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി ഫ്ലോട്ട് സ്വിച്ചിനെ ടാങ്കിലേക്ക് ഇറക്കിയ ശേഷം ഈ കാണുന്ന ഹോളിലൂടെ വയറിനെ പുറത്തേക്കെടുക്കാം. ഫ്ലോട്ട് സ്വിച്ചിൻ്റെ വയർ 2 മീറ്റർ മാത്രം ലെങ്ത് ഉള്ളതാണ്. അതിനാൽ മറ്റ് 2 വയറുകളുടെയും സഹായത്തോടെ വാട്ടർ പമ്പിൻ്റെ സ്വിച്ച് ബോക്സിലേക്ക് എത്തിച്ച ശേഷം സർക്യൂട്ട് ഡയഗ്രം പ്രകാരം കണക്ഷൻ നൽകാം. ആദ്യം വീട്ടിലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം സർക്യൂട്ട് പ്രകാരം ഫ്ലോട്ട് സ്വിച്ചിൻ്റെ ബ്ലാക്ക് എന്ന കോമൺ വയർ ഫേസിലേക്കും ഗ്രീൻ വയർ സ്വിച്ച് ബോക്സിൻ്റെ അടുത്ത ടെർമിനലിലേക്കുമാണ് നൽകേണ്ടത്. റെഡ് വയർ നിലവിൽ ആവശ്യമില്ലാത്തതിനാൽ അതിനെ ടേപ്പ് ചുറ്റി മാറ്റി നിർത്താം. അവസാനമായി സ്വിച്ച് ബോക്സ് അടച്ച് ടൈറ്റ് ചെയ്യുന്നതോടെ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി വാട്ടർ ലെവലിനനുസരിച്ച് വാട്ടർ പമ്പ് ഓട്ടോമാറ്റിക്കായി തന്നെ പ്രവർത്തിക്കുകയും ഒപ്പം മാനുവലായി നമുക്ക് തന്നെ വാട്ടർ പമ്പിനെ പ്രവർത്തിപ്പിക്കാനും സാധിക്കും. കൂടാതെ മോട്ടറിൻ്റെ സ്വിച്ച് ഓണാക്കുമ്പോഴാണ് LED ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നതെങ്കിൽ മാനുവലായും സ്വിച്ച് ഓണാകാതെയാണ് LED ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായാണ് വാട്ടർ പമ്പ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. പ്രധാനമായും ഒരു മൈക്രോ സ്വിച്ചും മെറ്റൽ ബോളും ഒപ്പം ഒരു പ്ലാസ്റ്റിക് മൂവ്മെൻറ്റ് ലിവറുമായിരിക്കും ഒരു ഫ്ലോട്ട് സ്വിച്ചിൽ കാണാൻ സാധിക്കുക. മൈക്രോ സ്വിച്ചിലായി കാണുന്ന കോമൺ NO, NC എന്നീ കണക്ഷൻസാണ് 3 വയറുകളുടെ രൂപത്തിൽ നമുക്ക് പുറമേ ലഭിക്കുന്നത്. വാട്ടർ ടാങ്കിലെ ജലനിരപ്പ് അനുസരിച്ച് ഫ്ലോട്ട് സ്വിച്ചിനകത്തായി കാണുന്ന ഈ പാത്തിലൂടെയുള്ള മെറ്റൽ ബോളിൻ്റെ മൂവ്മെൻ്റാണ് ഈ 3 വയറുകൾ തമ്മിലുള്ള കോണ്ടാക്റ്റ് തീരുമാനിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ മെറ്റൽ ബോൾ മൂവ്മെൻറ്റ് പാത്തിൻ്റെ A എന്ന ഭാഗത്തായാണ് നിൽക്കുന്നത് എന്ന് സങ്കല്പിക്കുക. ഈ സമയം ഗ്രീൻ വയർ NOയും റെഡ് വയർ NCയുമാണ്.
അതിനാൽ കോമണായ ബ്ലാക്ക് വയറും ഗ്രീൻ വയറും തമ്മിൽ ഒരു കോണ്ടാക്റ്റിൽ വരാതിരിക്കുകയും ഈ സമയം ബ്ലാക്ക് വയറും റെഡ് വയറും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വരികയും ചെയ്യും. എന്നാൽ സർക്യൂട്ട് പ്രകാരം വാട്ടർ പമ്പ് ഈ ഒരു കണ്ടീഷനിൽ വർക്ക് ചെയ്യില്ല. കാരണം ടാങ്കിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതിനാൽ ഫ്ലോട്ട് സ്വിച്ചും ഉയർന്നാണ് നിൽക്കുന്നത്. അതിനാൽ വാട്ടർ പമ്പ് ഓഫ് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് തന്നെ ജലം വാട്ടർ ടാങ്കിൽ നിന്നും ഓവർഫ്ലോ ആകാതെ സംരക്ഷിക്കുന്നു. എന്നാൽ ടാങ്കിലെ ജലനിരപ്പ് താഴുന്ന സമയം ഫ്ലോട്ട് സ്വിച്ചും താഴുകയും മെറ്റൽ ബോൾ എ എന്ന ഭാഗത്തു നിന്നും ബി എന്ന ഭാഗത്തേക്ക് മാറുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായി പ്ലാസ്റ്റിക് മൂവ്മെൻറ്റ് ലിവറിൽ തട്ടുകയും ചെയ്യും. ഇക്കാരണത്താൽ മൈക്രോ സ്വിച്ച് പ്രസ്സാവുകയും NONC എന്ന കണക്ഷൻസ് മാറുകയും ചെയ്യും. അതായത് ബ്ലാക്ക് വയറും ഗ്രീൻ വയറും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വരികയും അതേസമയം ബ്ലാക്ക് വയറും റെഡ് വയറും തമ്മിൽ കോണ്ടാക്റ്റിൽ വരാതിരിക്കുകയും ചെയ്യും. സർക്യൂട്ട് പ്രകാരം ബ്ലാക്ക് വയർ വഴി വരുന്ന കറണ്ട് ഗ്രീൻ വയറിലൂടെ LED ഇൻഡിക്കേറ്ററിലേക്കും വാട്ടർ പമ്പിലേക്ക് എത്തുകയും ഇവ രണ്ടും ഓൺ ആവുകയും ചെയ്യും. ഇക്കാരണത്താലാണ് ടാങ്കിലേക്ക് വെള്ളം വന്ന് നിറയാൻ തുടങ്ങുന്നതും. ഇനി ടാങ്കിൽ നാം ഫ്ലോട്ട് സ്വിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനനുസരിച്ച് വെള്ളം വന്ന് നിറയുമ്പോൾ ഫ്ലോട്ട് സ്വിച്ച് ഇതിൻ്റെ പഴയ പൊസിഷനിലെത്തുകയും ഇൻഡിക്കേറ്ററും വാട്ടർ പമ്പും ഓഫാവുകയും ചെയ്യും. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു തുള്ളി വെള്ളം പോലും ഓവർഫ്ലോ ആയി പുറത്തു പോകാതെ സംരക്ഷിക്കാൻ സാധിക്കും. എന്നാൽ സർക്യൂട്ട് പ്രകാരം ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു പ്രശ്നമെന്തെന്നാൽ മാനുവലായി വാട്ടർ പമ്പിനെ ഓൺ ഓഫ് ആക്കുന്ന ഈ സ്വിച്ചാണ്. നാം മാനുവലായാണ് പമ്പിനെ പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ ടാങ്ക് നിറയാറായി എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്വിച്ച് ഓഫാക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ടാങ്കിൽ നിന്നും ഓവർഫ്ലോ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു പ്രശ്നം ഫ്ലോട്ട് സ്വിച്ചിൻ്റെ സാന്നിധ്യത്തിൽ നാം ഉപയോഗിച്ചിരിക്കുന്ന സർക്യൂട്ട് പ്രകാരം പരിഹരിക്കാൻ സാധിക്കില്ല. ഈ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിക്കനുസരിച്ചാണ് ഫ്ലോട്ട് സ്വിച്ച് പ്രവർത്തിക്കുന്നതും വാട്ടർ ടാങ്കിൽ നിന്നും ഒരു തുള്ളി ജലം പോലും ഓവർഫ്ലോ ആകാതെ സംരക്ഷിക്കുന്നതും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Thank you for watching.